ഡിയേഴ്സ്, വെൽക്കം ടു റേസ് ഐഗൺ. നിങ്ങളുടെ ഹിന്ദി എക്സാമിന് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട രണ്ട് കവിതകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് മാതൃഭൂമിയാണ്, മറ്റൊന്ന് പദ് ആണ്. നമ്മുടെ കവിതയിൽ വരുന്ന പദ്. ഇത് രണ്ടും നമുക്കൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. രണ്ട് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്കറിയാം 6 മാർക്ക്, അത് കൂടാതെ ക്വസ്റ്റ്യൻ ആൻസർ അടക്കം 8 മാർക്കിനും 10 മാർക്കിനും ഒക്കെ ഉള്ള ചോദ്യമാണ് ഈ ഒരു കവിതയിൽ നിന്ന് തന്നെ വരുന്നത്. അതുകൊണ്ടാണ് ഇത് ഇത്രക്ക് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഇവിടെ കവിതയുടെ ആസ്വാദന ടിപ്പണി നോക്കാം. 6 മാർക്കിനാണ് നമുക്കിത് ഏറ്റവും കുറഞ്ഞത് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കൂ, ദ്വിവേദി യുഗ പ്രസിദ്ധ കവി ശ്രീ മൈഥിലി ശരൺ ഗുപ്തജിയുടെ കവിതയാണ് മാതൃഭൂമി എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെന്റൻസ് തന്നെ കവിയെ കുറിച്ചാണ് പറയുന്നത്. द्विवेदी युग के प्रसिद्ध कवि श्री मैथिली शरण गुप्त के प्रसिद्ध कविताओं में एक है मातृभूमि. इसमें कवि अपने जन्मभूमि का गुणगान करके उसके लिए अपनी जान भी देने का आह्वान करते हैं. അപ്പോൾ ഈ കവിതയിലെ അദ്ദേഹം തൻ്റെ ജന്മഭൂമിയെക്കുറിച്ച്, നമ്മുടെയൊക്കെ ജന്മഭൂമിയായിട്ടുള്ള ഭാരതത്തെക്കുറിച്ച് പുകഴ്ത്തുകയാണ്. അതിനോടൊപ്പം ഈ ഭാരതത്തിന് വേണ്ടി നമ്മുടെ ജീവൻ പോലും അർപ്പിക്കണം എന്നൊരു സന്ദേശം കൂടി നമുക്ക് നൽകുന്നു. इस कविता में कवि कहते हैं मातृभूमि के हरियाली के लिए नीलाकाश एक सुंदर वस्त्र की तरह शोभित है. ഒരു സുന്ദര വസ്ത്രത്തെ പോലെ ശോഭിതമാണ് നീലാകാശം. സൂരജ് ഓർ ചാന്ദ് ഇസ്കി മുകുട് ഹെ. ഇനി കവിതയിൽ പറയുന്നത് സൂര്യനും ചന്ദ്രനും നമ്മുടെ ഭാരതത്തിന് എന്താണ് മുകുട് ഹെ, കിരീടമാണ് എന്നാണ് പറയുന്നത്. മാതൃഭൂമിക്ക് കിരീടമാണ് സൂര്യനും ചന്ദ്രനും. സാഗർ ഇസ്കി കർദനി ഹെ. ഇനിയോ കടലാണെങ്കിലോ ഇതിന് അരഞ്ഞാണമാണ്. യഹാം ബഹനെ വാലി നദിയാം പ്രേമ കാ പ്രവാഹ് ഹേ. നമ്മുടെ ഭാരതത്തിലൂടെ ഒഴുകുന്ന നദികളെല്ലാം തന്നെ പ്രേമ പ്രവാഹമാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ ആ ഒരു സ്നേഹവുമായിട്ട് ഒഴുകുകയാണ് എന്നാണ് പറയുന്നത്. താരെ ഓർ ഫൂൽ ഇസ്കെ ആഭൂഷൺ ഹേ. ഇനി കവിതയിൽ പറയുന്നത് താരെ നക്ഷത്രവും ഫൂൽ പൂക്കളും ആഭൂഷണമാണ് എന്നാണ് പറയുന്നത്. ആഭൂഷണം എന്ന് പറഞ്ഞാൽ ആഭരണം. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഓരോ 1 വേർഡ് അല്ലെങ്കിൽ ഒരു 2 മാർക്കിന്റെ ചോദ്യം വരെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ് മാതൃഭൂമിയുടെ ആഭൂഷണം എന്ന് ചോദിച്ചാൽ നമ്മൾ അവിടെ ആൻസർ ചെയ്യണം താരെ ഓർ ഫൂൽ മാതൃഭൂമി കാ ആഭൂഷൺ ഹേ. പക്ഷിയും സ്തുതി പാഠക് ഹേ. അപ്പൊ പക്ഷികൾ എന്താണ്? സ്തുതി പാഠകരാണ്. ആദിശേഷിക സഹസ്ര ഫൺ സിംഹാസൻ ഹേ. അപ്പൊ ഇവിടൊക്കെ ഓരോ ക്വസ്റ്റ്യൻ ആൻസറും ഉണ്ട് കേട്ടോ. മാതൃഭൂമിയുടെ സിംഹാസനം എന്താണ്? ആദിശേഷിക ഫൺ. അപ്പോൾ ഓരോ സെന്റൻസ് പഠിക്കുമ്പോഴും നമുക്ക് 6 മാർക്കിന്റെ ആശയം മാത്രമല്ല, അത് കൂടാതെ 1 മാർക്കിന്റെ 2 മാർക്കിന്റെ ആൻസർ കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ബാദലോ പാനി ബർസാക്കർ ഇസ്കാ അഭിഷേക് കർത്തേ ഹെ. ഇനിയോ മേഘങ്ങളോ വെള്ളം പെയ്യിച്ചുകൊണ്ട് നമ്മുടെ മാതൃഭൂമിയെ അഭിഷേകം ചെയ്യിക്കുകയാണ്. കബി അപ്നി മാതൃഭൂമി കെ ഇസ് സുന്ദർ രൂപ് പർ ക്യാ ആത്മസമർപ്പൺ കർത്തേ ഹെ. അല്ലേ, ഇനി എന്താ പറയുന്നത്? കവി എപ്പോഴെങ്കിലും മാതൃഭൂമിക്ക് ഇസ് സുന്ദർ രൂപ पर क्या आत्मसमर्पण करते हैं. वे कहते हैं वास्तव में तो मातृभूमि सगुण साकार मूर्ति है. അപ്പോൾ ഒരു സഗുണ സാകാർ മൂർത്തിയാണ് എന്നാണ് നമ്മുടെ മൈഥിലി ശരൺ ഗുപ്തജി നമ്മളോട് പറയുന്നത്. കവി कहते हैं, എന്നിട്ട് കവി പറയുകയാണ് इसके धूलि में. ഇസ്കെ ധൂലി എന്ന് പറഞ്ഞാൽ എന്താ? പൊടി പടലം അല്ലേ. നമ്മുടെ മണ്ണിലൊക്കെ നമ്മൾ കളിക്കില്ലേ കുട്ടികൾ, അതുപോലെ ആ പൊടിയിലാണ് ലോട്ട് കർ ബഡേ ഹുവേ ഹേ. അതിലൊക്കെ ഇങ്ങനെ ഉരുണ്ട് വീണൊക്കെയാണ് നമ്മൾ എന്തായിട്ടുള്ളത്? വളർന്ന് വലുതായിട്ടുള്ളത്. ഇസി ഭൂമി പർ घुटनों के बल पर सरक कर ही पैरों पर खड़ा रहना सीखा. ഇതേ ഭൂമിയിൽ തന്നെ നിരങ്ങിയും നിരങ്ങുന്ന കണ്ടിട്ടില്ലേ കുട്ടികൾ? മുട്ടിട്ടിട്ട് ഇഴഞ്ഞ് അങ്ങനെയാണ് ഇവിടെ നമ്മളൊക്കെ നിൽക്കാൻ പഠിച്ചിട്ടുള്ളത് ഈ ഭൂമിയിൽ, ഈ ഭാരതത്തിൽ. യഹാം രഖ് കർ ഹി ബച്പൻ മേ ഉൻസ്നെ ശ്രീരാമകൃഷ്ണ പരഹംസ് കി ധരെ സബി ആനന്ദ് പായ. ഈ മണ്ണിൽ നിന്ന് തന്നെയാണ് എന്ത് ആനന്ദം ഞാൻ അനുഭവിച്ചിട്ടുള്ളത്? പരഹംസിനെ പോലെയുള്ള ആ ആനന്ദം ഞാൻ കൈക്കൊണ്ടതും ഭാരതത്തിൽ നിന്ന് തന്നെയാണ്. इसके कारण ही उसे धूली भरे हीरे कहलाए. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് വിളിക്കുന്നു? കവി പറയാണ്
അതുകൊണ്ട് തന്നെ ഞാൻ മാതൃഭൂമിയെ ആ മണ്ണിൽ മൂടപ്പെട്ട രത്നം എന്നാണ് പറയുന്നത്. ഹീര എന്ന് പറഞ്ഞ രത്നം. इस जन्मभूमि के गोदी में खेल कूद करके हर्ष का अनुभव किया है. ഇനി ഈ ജന്മഭൂമിയുടെ മടിത്തട്ടിൽ, ഗോദീമ എന്ന് പറഞ്ഞാൽ മടിത്തട്ടിൽ, ഖേൽ കൂത് കർക്കെ കളിച്ചും രസിച്ചുമാണ് ഹർഷ് കാ അനുഭവ് കിയാ ഹെ. ഹർഷ് എന്ന വാക്കിന്റെ അർത്ഥം സന്തോഷം എന്നാണ്. ഏസി മാതൃഭൂമി കോ ദേഖ് കർ എന്നൊരു കവി പറയാണ്, ഇങ്ങനെയുള്ള മാതൃഭൂമിയെ കണ്ടിട്ട് ഹം ആനന്ദ് സെ മഗ്ന ഹോ ജാത്തെ ഹെ. ആനന്ദത്തിൽ എന്താകുന്നു? മുഴുകുന്നു. മഗ്ന ഹോ ജാത്തെ ഹെ എന്ന് പറഞ്ഞാൽ മുഴുകുകയാണ്. കവി കേത്തെ ഹെ ജോ സുഖ ശാന്തി, ഏത് സുഖവും ശാന്തിയും हमने भोगा है വേ സബ് തുമാരി ദേൻ ഹെ. എന്നിട്ട് മാതൃഭൂമിയോട് പറയുകയാണ്, ഭാരതത്തിനോട് പറയുകയാണ്, എന്താ പറയുന്നത്? ജോ സുഖ ശാന്തി, എല്ലാ സുഖവും സമാധാനവും ഒക്കെ ഞാൻ ഇവിടുന്ന് അനുഭവിച്ചിട്ടില്ലേ, അതൊക്കെ എന്താണ്? തുമാരി ദേൻ ഹെ, നിന്റെ അനുഗ്രഹമാണ്, നീ നൽകിയതാണ്. തുംസെ കിയേ ഗയേ ഉപകാരവും കോ ബദലാദേന. ഒരമ്മയ്ക്ക് പകരമായിട്ട്, ഒരമ്മ ചെയ്തതിന് തുല്യമായിട്ട് ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ ഇവിടെ പറയാണ്, മാതൃഭൂമി തന്നിട്ടുള്ള അല്ലെ കിയേ ഗയേ ഉപകാരവും നൽകിയിട്ടുള്ള ഉപകാരങ്ങൾക്ക് ബദലാദേന പകരം നൽകുക ആസാൻ നഹി ഹെ, അത്ര എളുപ്പമേ അല്ല. യഹ് ദേഹ് തേരാ ഹെ. എന്നിട്ട് കവി പറയാണ്, ഈ ശരീരം അത് നിന്റേത് തന്നെയാണ്. തേരേ ഹി ജീവ് കണസേ സനി ഹുയി ഹേ, നിന്റെ തന്നെ ജീവകണങ്ങൾ കൊണ്ട് അല്ലെ ജീവിക്കുന്നതാണ്. അന്ത് മൃത്യു ഹോനെ പർ, ഇനിയോ അവസാന നാളുകളിൽ മരണപ്പെടുമ്പോൾ യഹ് നിർജീവ് ശരീർ തൂഹി അപ്നായേക്ക, അല്ലെ ജീവൻ പോയ ഈ ശരീരം അതും നിന്നിലേക്ക് തന്നെയാണ് കൊണ്ടുവയ്ക്കപ്പെടുന്നത്. അന്ത് മേ ഹം സബ് തേരേ ഹി മിട്ടി മേ വിലീൻ ഹോ ജായേഗ. എന്നിട്ട് കവി പറയാണ്, അവസാനം ഞങ്ങൾ എല്ലാവരും നിന്റെ തന്നെ മണ്ണിലാണ് വിലീൻ ഹോ ജായേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? അലിഞ്ഞു ചേരുന്നത് എന്നാണ് കവി പറയുന്നത്. സരൽ ശബ്ദോ മേ कवि മാതൃഭൂമി के लिए अपनी जान अर्पित करने की പ്രേരണ ദേ രഹേ ഹെ. എന്താ പറയുന്നത്? സരളമായ ശബ്ദത്തിൽ കവി മാതൃഭൂമിയുടെ അപ്പിനി ജാൻ, തൻ്റെ ജീവൻ തന്നെ മാതൃഭൂമിക്ക് വേണ്ടി അർപ്പിക്കുവാനുള്ള പ്രേരണ നൽകുന്നു ഈ കവിതയിലൂടെ. ഇനി അടുത്തത് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട പദമാണ് മേരെ ലാൽ, അല്ലേ? വായിക്കുമ്പോൾ കുറച്ചൊരു പ്രയാസം നിങ്ങൾക്ക് പഠിക്കാൻ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പോലും 2 പദേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ എപ്പോഴും പതിൽ നിന്ന് ഒരാശയം എപ്പോഴും ചോദിക്കാറുണ്ട്, അതല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ. അപ്പോൾ ഇവിടെ ആശയത്തിന് മുൻപേ നമ്മളൊരു പാരഗ്രാഫ് നമ്മൾ കവിയെക്കുറിച്ച് എഴുതിയിരിക്കണം. നോക്കൂ, സൂർദാസ് ഹിന്ദി സാഹിത്യ के कृष्ण भक्ति शाखा के प्रमुख कवि है. वे अपने कृष्ण भक्ति के पद में वात्सल्य और गोपिकाओं के प्रेम का वर्णन किया है. അപ്പൊ ഇതിൽ ഏതാണോ 2 പദം ഉണ്ട്, ഒന്നിലെ എന്തിനെ കുറിച്ചാണ്? വാത്സല്യത്തെ കുറിച്ചാണ് പറയുന്നത്, അല്ലെ? നമ്മുടെ യശോദയ്ക്ക് കൃഷ്ണനോടുള്ള വാത്സല്യത്തെ കുറിച്ച് പറയുന്നതാണ് ഒരു പദ്. മറ്റൊന്ന് ഗോപികാവും കെ പ്രേമക വർണ്ണൻ കിയാ ഹെ. അപ്പൊ അതിലേതാണ് എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ട് സെന്റൻസ് മാറ്റി എഴുതണം. രണ്ടും ഒരു പദിന്റെ ആശയത്തിൽ തന്നെ എഴുതരുത്. ഇനി നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്ന പദം നോക്കൂ. സുധുമുഖ് ദേക്കി യശോദ ഫൂലി ഹർഷിത് ദേക്കി ദൂത് കി ദാന്തിയാം എന്ന് പറയുന്ന ഈ പദ്, അല്ലെ? കൃഷ്ണന്റെ ആ പാല് പോലുള്ള പല്ലുകൾ കണ്ട് സന്തോഷിച്ച് യശോദ ആരെ വിളിക്കുന്നു? നന്ദഗോപരെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നു. ഇതേക്കുറിച്ച് പറയുന്ന വരികളാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ആസ്വാദൻ ടിപ്പണി തന്നെയാണ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം. അപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫ് സൂർദാസിനെ കുറിച്ച് പറഞ്ഞു. ഇനി अपने बेटे का मुख देखकर माता यशोदा बहुत खुश हुई. बहुत हर्ष के साथ अपने बेटे के दूध की दांत को देखकर लाड प्यार में मग्न यशोदा का होश खो गया. അപ്പോൾ യശോദ മറ്റു ചുറ്റുള്ള പരിസരമൊക്കെ മറന്നു മകൻ്റെ ഈ പല്ല് കണ്ട് അതിലാകെ സന്തോഷത്താൽ മയങ്ങിപ്പോയി. വഹ് ബാഹർ സെ അപ്നെ പതിദേവ്. എന്നിട്ടോ യശോദ എന്ത് ചെയ്യുന്നു? പുറത്ത് നിന്ന് തൻ്റെ പതിദേവ് ഭർത്താവായിട്ടുള്ള നന്ദ് കോ ബുലാക്കർ, നന്ദഗോപരെ വിളിച്ചിട്ട് പുത്ര കാ സുന്ദർ
സുന്ദർ രൂപ് ദേഖ്നെ കോ കഹത്തി ഹെ. പുത്രന്റെ ആ സുന്ദരമായിട്ടുള്ള പല്ലുകൾ നോക്കുവാൻ കാണിക്കുന്നു. പുത്ര കെ ഛോട്ടെ ഛോട്ടെ ദാന്ത് കോ ദേഖ് കർ ഉസ്കി ആങ്കേൻ സഫൽ ഹോത്തി ഹെ. അല്ലേ, അപ്പോൾ കൃഷ്ണന്റെ ആ ചെറിയ പല്ലുകൾ കണ്ടപ്പോൾ തന്നെ അവരുടെ കണ്ണുകളൊക്കെ സഫലമായിരിക്കുന്നു. ഉൻകെ മുഖ് ഓർ ദൃഷ്ടി ഖുഷി സെ ഭർ ഗയേ. അവരുടെ മുഖവും അവരുടെ ആ കാഴ്ചയും കണ്ണുകളും ഒക്കെ എന്താണ്, സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സൂർദാസ് कहते हैं कि खिलकारी करने वाले कृष्ण के दांतों को देखकर ऐसा लगता है मानो കമൽ पर बिजली जम गई हो. അല്ലെ, കൃഷ്ണന്റെ ആ തിളങ്ങുന്ന പല്ലുകൾ കാണുമ്പോൾ എങ്ങനെയാണ്, താമരയിലേക്ക് മിന്നൽ പിളരുകൾ വന്ന് വീഴുന്നത് പോലെയാണ് എന്നാണ് സൂർദാസ് ഇവിടെ കൃഷ്ണന്റെ പല്ലുകളെ ഉപമിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ മറ്റൊരു പദാണ് ഹേ കാന്. അല്ലെ, ജബ്ബി ബൻ മുരളി ശ്രവണെ ചകിത് ബൈ ഗോപ് കന്യാ സബ് ധാം കാം ബിസിരി. ഈ രണ്ട് വരികൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ആശയം മനസ്സിലാവും. അല്ലെ, ഗോപകന്യ, ഗോപികമാരെ കുറിച്ചാണ് പറയുന്നത്. നേരത്തെ നമ്മൾ വായിച്ചത് നോക്കൂ, യശോദ ഫൂലി. അല്ലെ, ജസോദ എന്ന് പറയുന്നത് യശോദയെയാണ്. അപ്പൊ ഈ രണ്ട് വരികൾ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് പദമാണ് എന്ന്. അപ്പൊ ഈ ഗോപികമാര് കൃഷ്ണന്റെ മുരളീഗാനം കേട്ടിട്ട് ഖുൽ മർജാദ് ബേദ് കി ആജ്ഞാനെ കഹു നാഹി ഡരി. എന്താ പറയുന്നത്, കുലമര്യാദകളെയും അല്ലെ മുതിർന്നവരുടെ ആജ്ഞകളെയും ഒന്നും അവര് വകവെച്ചില്ല. ശ്യാം സിന്ധു സരിത ലൽ നാഗൻ ജൽക്കി ठरनी ठरी सुध पदी नेह भवन जन संगा लज्जा नहीं करी सूरदास प्रभु मन हരി ലീന് നാഗർ നവൽ ഹരി. അപ്പൊ ഇവിടെ സൂർദാസ് പറയാണ്, എങ്ങനെയും ഗോപികമാരെ ആകർഷിക്കാൻ കൃഷ്ണൻ ഓരോ ദിവസവും പുതിയ പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ്. എങ്ങനെയൊക്കെ ഗോപികമാർ അകന്നു പോയാലും കൃഷ്ണന്റെ ആ മുരളി ഗാനം കേൾക്കുമ്പോൾ അതിലേക്ക് അലിഞ്ഞ് ചേരുന്നു. മുരളി കി ധ്വനി മേ ലീൻ. അപ്പൊ ഇവിടെ ഈ ഒരു പദിൽ നിന്ന് നമുക്ക് രണ്ട് ചോദ്യങ്ങളാണ് വരാൻ ചാൻസ് ഉള്ളത്. ഒന്ന്, മുരളിയുടെ സ്വരം കേട്ടിട്ട് പ്രണയാതുർ ദോ ഗോപികാവോं के बीच होने वाली बातचीत लिखे. രണ്ട് ഗോപികമാർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു കോൺവെർസേഷൻ, അത് അല്ലെ, കൃഷ്ണന്റെ മുരളി ഗാനം കേൾക്കുന്നു. അപ്പൊ അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് ചോദിക്കുന്നത്. നോക്കൂ, പെഹലി ഗോപിക ഹായ് രി ക്യാ തൂനെ കൃഷ്ണ കി മുരളി സുനി. അല്ലെ, നീ കേട്ടോ, കൃഷ്ണന്റെ മുരളി കേട്ടുവോ? ദൂസരി ഗോപിക ഹാ ഹാ കബ് സെ സുൻ രഹി ഹും. അല്ലെ, എപ്പോ തൊട്ട് കേൾക്കുന്നു. കിത്നാ മധുർ ഹേ യഹ് ധുൻ. എത്ര മധുരമുള്ളതാണ്. പെഹലി ഗോപിക ടീക് ഹേ മൻ കോ മോഹിത് കർ ലേത്തി ഹേ വഹ് ആവാസ്. അല്ലെ, മനസ്സിനെ വല്ലാതെ മോഹിപ്പിക്കുന്നതാണ് ആ സ്വരം. ദൂസരി ഗോപിക ഉസ്സെ മിൽനെ കെ ലിയേ തരസ് രഹി ഹേ. അല്ലെ, അവനെ കാണാൻ വേണ്ടി എൻ്റെ മനസ്സ് തുടിക്കുന്നു. പെഹലി ഗോപിക തോ ചൽ ഹം അബീ ജായേഗി. അപ്പൊ ഗോപിക എന്താ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നടക്കൂ, നമുക്ക് ഇപ്പൊ തന്നെ പോകാം. ദൂസരി ഗോപിക അരെ കേസേ ജായെങ്കെ. അല്ലെ, എങ്ങനെ പോകും? ഹം ഘർ മേ മാജി ഹേ. വീട്ടിൽ അമ്മയില്ലേ. ഉൻസെ കഹേ ബിന ഹം നഹി ജായെങ്കെ. അവരോട് പറയാതെ നമുക്ക് എങ്ങനെ പോകാൻ പറ്റും? പെഹലി ഗോപിക पर मैं अपने को रोक नहीं पा रही हूँ. എനിക്ക് എന്നെ എന്താക്കാൻ പറ്റില്ല, തടയാൻ കഴിയുന്നില്ല. ഉൻസെ മിലേ ബിനാ കേസേ ജായേംഗെ ഹം. അല്ലേ, അവരെ കാണാതെ നമ്മൾ എങ്ങനെ പോകും? ദൂസരി ഗോപിക ठीक है तो हमें कुछ ना कुछ झूठ बोलना ही पड़ेगा. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, എന്തെങ്കിലും കള്ളം പറയേണ്ടി വരും. പെഹലി ഗോപിക അച്ഛാ तो हम चलते हैं. അപ്പൊ ആ ഫസ്റ്റിൽ ഗോപിക എന്ത് പറയുന്നു, എന്നാ ശരി നമുക്ക് പോകാം. दूसरी गोपिका जल्दी चल पहले हम കാളിന്തി തടുപ്പർ ജായെങ്കെ. അപ്പോൾ ഈ മുരളിയുടെ സ്വരം ഇങ്ങനെ കേൾക്കുന്നേ ഉള്ളൂ, എവിടെയാണെന്ന് അറിയില്ല, തിരഞ്ഞ് കണ്ടെത്തണം ആ സ്വരം കേട്ടതിനനുസരിച്ച് പോയിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് കാളിന്തി തടത്തിലേക്ക് പോകാം എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ഈ വരികളുടെ ആശയം എഴുതുവാൻ ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സൂർദാസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതുപോലെ നിങ്ങളൊരു പാരഗ്രാഫ് എഴുതിയിട്ട് വേണം പിന്നീട് വരികളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ജബ് മുരളി കാ സ്വർ സുനായി പടാ തബ് ഗോപികായെ ചകിത് ഹുയി ഓർ വേ സബ് കാം കാജ് ഭൂൽ ഗയി. കുല की മര്യാദ തഥാ ധർമ്മഗ്രന്ഥോं के അനുശാസൻ. അപ്പോൾ കുലത്തിന്റെ മര്യാദകളും അല്ലെ മതഗ്രന്ഥങ്ങളുടെ അനുശാസൻ, അച്ചടക്കവും ഒക്കെ അവർ മറന്നു എന്നാണ് പറയുന്നത്.
വേ ബിൽക്കുൽ നഹി ഡരി, അവർക്ക് ഒന്നിനും തന്നെ അവർ ഭയപ്പെട്ടില്ല. പുത്ര പതി കാ സ്നേഹ ഘർ ബാർ തഥാ ലോക लाज की परवाह किए बिना वे कृष्ण रूपी സിന്ധു മേ സരിതാ കെ ജൽ കെ സമാൻ ജാമിലി. എന്താണ് അവര് പുത്രന്റെയോ ഭർത്താവിൻ്റെയോ സ്നേഹത്തെക്കുറിച്ചോ ഗർഭാർ തഥാ വീട്ടുകാരെയോ അല്ലെങ്കിൽ നാട്ടുകാരോ എന്ത് കരുതും എന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ അവരെങ്ങോട്ടോടി? കൃഷ്ണരൂപി സിന്ധുമേ, കൃഷ്ണ രൂപമായിട്ടുള്ള സിന്ധുവിലേക്ക്, സരിതാ കെ ജൽ കെ സമാൻ ജാമിലി, അപ്പോൾ ഒരു കടലിലേക്ക് എങ്ങനെയാണോ നദി ഒഴുകി ചേരുന്നത് അതുപോലെ അവരങ്ങോട്ട് ഒഴുകി. സൂർദാസ് कहते हैं कि ചതുർ കൃഷ്ണ നിത്യ നയേ തരീക്കെ, ഓരോ പുതിയ പുതിയ വിധിയിലൂടെ ഗോപികാവൊക്കെ മൻ കോ ഹാർ ലേത്തെ ഹെ, ഗോപികമാരുടെ മനസ്സിനെ തോൽപ്പിക്കുകയാണ്. അനുപം പ്രേമ की व्याख्या यहाँ हुआ है, കൃഷ്ണ മേ വിലീൻ ഹോന ജീവൻ മേ മുക്തി കോ സൂചിത് കർത്തേ ഹെ. ഇവിടെ കൃഷ്ണനിൽ അലിയുക എന്ന് പറയുന്നതിൽ മനസ്സിലാക്കേണ്ടത് എന്താണ്? അതവിടെ ദൈവതുല്യനാണല്ലേ, അപ്പൊ അതിൽ അലിഞ്ഞു ചേരുക, ജീവിതത്തിലെ മുക്തി നേടുക എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഹമേ ഭക്തിപൂർണ്ണ രൂപമേ കർനാ ഹെ ജഹാം അഹം കി ഭാവ് സമാപ്ത് ഹോ ജായേ. എങ്ങനെ, എന്താണ് നമ്മൾ ഭക്തി രൂപത്തിൽ കാണേണ്ടത്? അവിടെ കൃഷ്ണനിലേക്ക് അലിയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഞാൻ എന്ന ഭാവം ഇല്ലാതാകുന്നു, അഹം എന്ന ഭാവത്തെ ഇല്ലാതാകുന്നു എന്ന കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. സരൽ ശൈലിമേ ഈശ്വരീയ പ്രേമ അല്ലെ, അപ്പോൾ വളരെ സരളമായ ശൈലിയിൽ ഈശ്വരീയ പ്രേമിനെ ഇവിടെ കാണിക്കുകയാണ് ആര്? നമ്മുടെ സൂർദാസ് എന്ന് മനസ്സിലാക്കണം. അപ്പം നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട രണ്ട് കവിതകളാണ്, ഒന്ന് പദാണ്, മറ്റൊന്ന് മാതൃഭൂമി എന്ന കവിതയാണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്കൊരു രണ്ട് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്ക് എന്ന് വെച്ചാൽ ഒരു 12 മാർക്കിൻ്റെ മുകളിൽ ചോദ്യം വരുന്ന ഭാഗമാണ്. അപ്പോൾ അതങ്ങനെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളുമായി ലൈവ് ക്ലാസ്സുകളുമായി വീണ്ടും കാണാം. ബൈ.